എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും പരിചയത്തിലുണ്ടാവും ഒരു മമ്മൂക്ക ആരാധകനോ ഒരു മോഹൻലാൽ ആരാധകനോ, സ്കൂൾ ടൈം തൊട്ടിട്ടോ കോളേജ് സമയം തൊട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലോ അവർക്ക് വേണ്ടി വാദിക്കുന്ന നമ്മളെക്കാളൊക്കെ അവരോട് കുറച്ച് ഇഷ്ടം കൂടുതലുള്ള ഒരാൾ. അത്തരത്തിലുള്ള ഒരാളാണ് സുനേഷ്. ഞങ്ങൾ കൂട്ടുകാരുടെ അവരെ വിളിക്കുന്നത് സുനേഷ് ബിഗ് ബി എന്നാണ്. അവനൊരു സലൂൺ നടത്തുകയാണ്. ആ സലൂണിൻ്റെ പേരും ബിഗ് ബി എന്നാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം. മമ്മൂട്ടിയുടെ ഓരോ ചിത്രങ്ങൾ ഇറങ്ങുമ്പോഴും അതിൻ്റെ ആഘോഷങ്ങൾക്ക് ഇവിടെ മുൻപന്തിയിൽ ഉണ്ടാകുന്ന ഒരാളാണ് സുനേഷ്. അദ്ദേഹത്തിന് മമ്മൂക്കയുടെ ഇഷ്ട സിനിമകൾ ഏതൊക്കെയാണ്, മമ്മൂക്കയോട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരാണ് സുരേഷ്. ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയിൽ ബിഗ് ബി എന്ന് വിളിക്കും, ഒരു നിക് നെയിം പോലെ. അപ്പൊ സുരേഷിനോട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ മമ്മൂക്കയെ കുറിച്ചിട്ടും മമ്മൂക്കയുടെ സിനിമകളെ കുറിച്ചും ചോദിച്ചറിയാം. സുരേഷ് നമസ്കാരം. സുരേഷ് ഇപ്പൊ എത്ര നാളായി ഈ സലൂൺ തുടങ്ങിയിട്ട്? 3 വർഷത്തോളം. 3 വർഷമായി. അപ്പൊ അതിന് മുമ്പ് എവിടെയായിരുന്നു? എവിടെ? എത്ര വർഷം? ഏകദേശം 10 വർഷത്തോളം. പിന്നെ വന്ന് നാട്ടിൽ വന്നിട്ട് ഇത് തുടങ്ങിയല്ലേ? ഓക്കെ. സുനേഷിനെ എനിക്ക് കുറെ വർഷങ്ങളായിട്ട് അറിയാം. മമ്മൂക്കയുടെ ഒരു കടുത്ത ആരാധകനാന്നുള്ളതൊക്കെ എനിക്കറിയാം. സുനേഷിന്റെ ഓർമ്മയില് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആദ്യ കാലം മമ്മൂട്ടി ചിത്രങ്ങൾ ഏതൊക്കെയാണ്? കുടുംബ ഫാമിലി ആയിട്ടോ കൂട്ടുകാരായിട്ടൊക്കെ പോയിട്ടുണ്ടാവല്ലോ. ആദ്യകാലം ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന സിനിമ അമരമാണ്. അമരത്തില് മറ്റേ സാവറി പിടിക്കുന്ന സീൻ ഇപ്പോഴും മനസ്സിൽ തേങ്ങിക്കുന്ന ഒരു സീനാണ്. നമുക്കൊരു ഭീകരാന്തരീക്ഷം ഉണ്ടായില്ല. എവിടുന്നാണ് കണ്ടത്? അത് തളിക്കുളം കാർത്തികേയനാണ്. തളിക്കുളം കാർത്തികേയൻ. കുടുംബ ഫാമിലി ആയിട്ട് പോയി. പിന്നെ ചിത്രമാണ് വടക്കും വീരഗാഥയുണ്ട്. പക്ഷെ അത് ഒരുപാട് ഓർമ്മകൾ നിൽക്കണില്ല. ഏറ്റവും ഓർമ്മ നിൽക്കുന്നത് ഈ ഒരു സിനിമ ഭയങ്കര ഓർമ്മയാണ്. ഈ ഒരു ഭീകരാന്തരീക്ഷം നമ്മൾ ചെറുപ്പാണല്ലോ. അപ്പൊ ഭീകരാന്തരീക്ഷം നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളില് കേറി. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മമ്മൂക്കയുടെ ആ ഒരു വേഷമൊക്കെ അന്ന് അങ്ങനെ ആലോചിച്ചിരുന്നു, ആ പെർഫോമൻസും അല്ല ഒന്നും അറിയില്ലായിരുന്നു. കാരണം അന്ന് ഞാൻ മമ്മൂട്ടി ആരാധകനല്ലായിരുന്നു. സിനിമ കാണാൻ. പിന്നെ അത് മമ്മൂട്ടി ആരാധകനായി മാറിയതാണ്. ഏതൊരു ആരാധകനും ഉണ്ടായിരിക്കും അയാള് ഈ ആ താരത്തിന് ഇഷ്ടപ്പെടാൻ ഒരു സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂമെന്റ്, ഒരു പടത്തിലത്തെ ഒരു സീനോ ഒരു ഫാൻ മൂമെന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ചിത്രം കണ്ടിട്ട് ആണ് അങ്ങനെ ഒരു ഇഷ്ടം വന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അത് ഏതിലും അങ്ങനെ പടം ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? ഓർമ്മയിൽ നിൽക്കുന്ന വെച്ചാല് നമുക്ക് ഞെട്ടിക്കാന്ന് പറയില്ലേ, നമ്മളതിലേക്ക് വലിച്ചടക്കിയ അത് തീർച്ചയായിട്ടും തനിയാവർത്തനത്തിലെ പല സീനുകളും നമ്മളെ വളരെ വളരെ ബാലമാഷ നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരു മിന്നലായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് മനസ്സിലായി. ഇവിടെ തെക്ക് 2 വീട് അപ്പറ വാടക. സ്വന്തം നാട് കൊച്ചാലയാ. നാട്ടിലേക്ക് പോണ വഴിയാ. ഇറങ്ങട്ടെ? പോട്ടെ. അതൊക്കെ നമ്മൾ CD-യിലാണ് കണ്ടത്. CD-യിലെ തരംഗം വന്നതിന് ശേഷം നമ്മളെ മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം കാണായിരുന്നു. അങ്ങനെ അത് കണ്ട് അതിലൂടെ നമ്മള് എടുത്ത തനിയാവർത്തനം പോലെ തന്നെ വേറെ ഏതെങ്കിലും ചിത്രങ്ങൾ, ഇപ്പൊ വേറെ ഏതെങ്കിലും വേഷങ്ങൾ, ഇപ്പൊ പോലീസ് വേഷം ചെയ്തിട്ടുണ്ടാവും, പുള്ളി അഡ്വക്കേറ്റിന്റെ വേഷം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആക്ഷൻ വേഷങ്ങൾ, അങ്ങനെ ഏതെങ്കിലും കണ്ടിട്ട് ഈ തരത്തിലുള്ള ഒരു ഇഷ്ടം പിന്നെ കൂടുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒരു ഫാൻഷിപ്പ് കൂടുക എന്നൊക്കെ പറയില്ലേ? തീർച്ചയായിട്ടും അതിലെ ബൽറാം തന്നെ മുൻപന്തിയിലേക്കാണ്. ആക്ഷൻ മാത്രല്ല, സീമേലെടുത്ത് പറയണ വാക്കുകള് ഞാനെല്ലാം കൊണ്ടെന്ന് പറയണ തന്റെ കുടുംബവും ഇയാളൊരു പുല്ല് എനിക്ക് നൽകില്ല. അവനെ ചുട്ടതും കരിച്ചതും കയത്തിൽ കെട്ടി താഴ്ത്തതും ഞാനല്ല. കുറെ പേരുണ്ട് ബൽറാം കണ്ടിട്ട് ആരാധകരായിട്ടുള്ള കുറെ പേര് എനിക്കറിയാം. അമരവും ബൽറാമും തന്നെയാണ് തോന്നുന്നു ഒരുപാട് പേരുടെ ചോയ്സ്. പിന്നെ എത്രയോ പ്രാവശ്യം കൊതി തീരില്ലാന്ന് പറയാ. അതൊരു വിങ്ങൽ തന്നെയാണ്. എത്രാമത്തെ വയസ്സ് മുതലാണ് ഒറ്റയ്ക്ക് ചിത്രങ്ങൾ കാണാൻ തുടങ്ങിയത് തിയേറ്ററിൽ പോയിട്ട്? അത് കടയില് വർക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷം തന്നെ. അപ്പൊ ഏത് വർഷമാണ് ആ സമയത്ത് ഇറങ്ങിയ പടങ്ങള്? മമ്മൂട്ടിയുടെ സുവർണ്ണ കാലഘട്ടം അപ്പോ 2003 ആ സമയത്തൊക്കെ ഒറ്റയ്ക്ക് പോയി തുടങ്ങി. അപ്പൊ ഷോപ്പ് അടവുള്ള ദിവസം ചൊവ്വാഴ്ച ദിവസം റിലീസിന് പോലില്ല. റിലീസിന് കുറവായിരുന്നു പോയായിരുന്നു. പോയിട്ടില്ലാന്ന് പറയാൻ പറ്റില്ല. പോയിരുന്നു. അതിൽ ക്രോണിക് ബാച്ചിലൊരു റിലീസ് ദിവസം കണ്ടത് വിഷുവിന് 2003 വിഷു.
വിഷുവില് അത് നമ്മളെ ഭാവനയിലായിരുന്നു. അല്ല ഭാവനയില്ല, കണ്ടു. പിന്നെ അതിനുശേഷം ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ പടങ്ങളൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോയിട്ട് കണ്ടോ? നാട്ടില് എങ്ങനെയാണ് ഒരു മമ്മൂട്ടി ആരാധെന്നുള്ളതിലല്ലേ ഇവിടെ ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക? അങ്ങനെ ടോക്കുള്ള ഒരു ഏരിയ ആണോ? അത് ആരും അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല? എങ്ങനെയാണ്? അങ്ങനെ ഒരു പ്രായം ഉണ്ടായിരുന്നു, ആ പ്രായം കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ഇതിന്റെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. ലാലേണ്ണനെ കുറിച്ച് അവർ പറയുമ്പോ ലാലേണ്ണന്റെ ഏറ്റവും സീരിയസ് ആയിട്ട് നല്ല നെഗറ്റീവ് കളഞ്ഞിട്ട് പോസിറ്റീവ് ആയിട്ട് അതിന്റെ ഇടയിൽ തമാശ രീതിയിൽ ഇത് വരും, തർക്കം വരും. പക്ഷെ അതൊരു വിഷയത്തിലേക്ക് വരാറില്ല. നല്ല നല്ല സൗഹൃദം പറഞ്ഞു. ഏതെങ്കിലും ഒരു ചിത്രം വലിയ പ്രതീക്ഷയോട് കൂടി കാണാൻ പോയിട്ട്, തിയേറ്ററിൽ കാണാൻ പോയിട്ട് ആ ചിത്രം പ്രതീക്ഷയ്ക്ക് തുയരാതെ വന്നിട്ടൊരു വിഷമമുണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരു ചിത്രം അതിൽ കൂടുതൽ ചിത്രങ്ങളോ? ഒരു ചിത്രമാണ് നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നത്, അത് നമ്മളെ വളരെ നിരാശപ്പെടുത്തുകയും ചെയ്തു. അതാണ് ബൽറാം വേഴ്സസ് താരാദാസ്. വലിയ പ്രതീക്ഷയാണ് 2006 തുരുപ്പുലാൻ കഴിഞ്ഞിട്ട് അത്. പക്ഷെ മാനസികമായിട്ട് റിലീസ് ദിവസത്തിനുള്ളിലത്തെ തിരക്കൊഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമായി. ഒന്നും ആയില്ല സിനിമ. ഇപ്പോഴും ചരിത്രത്തിൽ അത് രണ്ട് വലിയ കഥാപാത്രങ്ങളെ കിട്ടിയിട്ട് പോലും. പക്ഷെ ഈ ബൽറാം 2 പ്രാവശ്യം വന്നതും ചരിത്രത്തിൽ എഴുതിപ്പെട്ടതാണ്. താരാദാസ് ഒരു കാലഘട്ടത്തിൽ വർക്കില്ല. അപ്പോ അതിന്റെ വീണ്ടും വന്നത് നമുക്കത് പിന്നെ അത് മാത്രല്ല, അതിന് വേറെ കാരണം കൂടി ഉണ്ട്. IV ശശി എന്ന ഡയറക്ടർ മമ്മൂട്ടിക്ക് ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുള്ള ആളാണ്, അതിശക്തമായിട്ടുള്ള. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമ അങ്ങനെ അത് നമുക്കൊരു വിഷമമാണ്. പിന്നെ അതുപോലെ ഏതെങ്കിലും വേറെ ചിത്രം മനസ്സിലങ്ങനെ ഇതുപോലെ കാണാൻ പോയിട്ട്? അത് പിന്നെ ശ്രീനിവാസൻ ഭാർഗവചരിതം. ഭാർഗവചരിതം അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷയില്ല, പക്ഷെ അത് വിഷമമായിരുന്നു. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാല്, ഒരു പടം അനൗൺസ് ചെയ്തപ്പോൾ തൊട്ടിട്ട് നമുക്ക് പ്രതീക്ഷകൾ വെക്കുകയും വലിയ പ്രതീക്ഷയോട് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് അത് നമ്മളൊരു സങ്കല്പത്തിനാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ വരാതിരിക്കും ചെയ്തിട്ട് വിഷമത്തോടെ ഇറങ്ങി വരുന്ന ഒരു സന്ദർഭം. അതെ, അങ്ങനെ ഏതെങ്കിലും ചിത്രങ്ങൾ പിന്നീട് അതുണ്ടായി. അത് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ മാമാങ്കം നമ്മളെ നിരാശപ്പെടുത്തി. അത് ആരാധകര് ടോട്ടലി നിരാശരായി എന്നാണ് എന്റെ അറിവ്. പക്ഷെ ഒരുപാട് നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാർ ആ സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്തു. ആരാധകർക്ക് ഒരു മമ്മൂട്ടി ആരാധകനല്ലേ സുനേഷിന് മാമാങ്കത്തിൽ തോന്നിയുള്ള ഒരു മൈനസ് എന്താണ് അതിൽ കുറവ് തോന്നിയത്? അതിൽ കുറവ് വെച്ചാൽ അതിന്റെ ക്ലൈമാക്സ് തന്നെ ആയിരുന്നു. മമ്മൂക്കയുടെ പ്രകടനം കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു വിഷമമാണ്. നമുക്കെല്ലാം സഹിക്കായിരുന്നു. അവസാനം മമ്മൂക്ക ഫിനിഷിങ് കാണിക്കാൻ പറ്റിയില്ല. അത് പക്ഷെ ഒരു യഥാർത്ഥ കഥയായതുകൊണ്ട് അതിലൊന്നും ചെയ്യാനില്ലെന്ന് അവര് സിനിമയുടെ ആൾക്കാർ പിന്നെ പറയുകയും ചെയ്തു. ആ കഥയില് ആ ക്ലൈമാക്സിൽ ഇങ്ങനെ ഒരു സംഭവം ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മമ്മൂട്ടി ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വരുന്നൊന്നും അവർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നടന്ന കഥയായി പോയി. അപ്പൊ അങ്ങനെ നമുക്ക് മുന്നൊരു അനുഭവം ഉള്ളതാണ്. അപ്പൊ അത് സിനിമയ്ക്ക് ആവുമ്പോ ചെറിയ മാറ്റങ്ങൾ വരുത്താമായിരുന്നു. കാരണം മുന്നത്തെ മിഷൻ ഡേയ്സ് എന്ന് പറഞ്ഞ ചിത്രം ഇതേ പ്രതീക്ഷയായിരുന്നു. ഈ റിയൽ സ്റ്റോറിക്ക് പ്രാധാന്യം കൊടുത്തപ്പോ അത് നമ്മള് കൈവിട്ടുപോയി. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഓർക്കണ്ടായിരുന്നു തോന്നുന്നുണ്ട്. റിയൽ ആയിട്ട് ചെയ്തു. ഇപ്പൊ എല്ലാവരും ഏപ്രിൽ റിലീസ് ചെയ്ത് പറഞ്ഞ് കാത്തിരുന്നൊരു സിനിമയായിരുന്നു 1. മമ്മൂക്ക ചീഫ് മിനിസ്റ്റർ ആയിട്ട് അഭിനയിക്കുന്ന ചിത്രം. അതിപ്പോ കൊറോണ കാരണം അതിങ്ങനെ ഹോൾഡായി. അപ്പോ ഇനി ആ ചിത്രം ഒരു തിയേറ്റർ റിലീസ് തന്നെ വേണമെന്നാണോ സുനേഷ് ആഗ്രഹിക്കുന്നത്? അതോ ഇപ്പൊ മറ്റുള്ള ചിത്രങ്ങളെ പാത പിന്തുടർന്ന് ഒരു OTT റിലീസ് ആയാലും കുഴപ്പമില്ല? പടത്തിന്റെ ത്രില്ലിങ് എപ്പോഴും തിയേറ്ററിൽ തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പോ കണ്ട 2-3 സിനിമകൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും തിയേറ്റർ തന്നെയായിരിക്കും. അപ്പോ തിയേറ്റർ റിലീസ് കുറച്ച് ഇനിയിപ്പോ വൈകിയാലും കാത്തിരിക്കാൻ തയ്യാറാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് വൻ ഹാപ്പിയിൽ തിരിച്ചു വന്നിട്ടുള്ള പടം എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും സന്തോഷം തരുന്ന സിനിമയാണ് മായാവി. ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷിച്ചു ആ സിനിമ. അങ്ങനെ വലിയൊരു സംഭവമായിട്ട് തോന്നല്ല, അഭിനയക്കാരനാണ്. പക്ഷെ മമ്മൂക്കായിരുന്നു അവരുടെ മായാവിയുടെ സാധാ ശിലകള് സാധാ മൂപ്പരൊക്കെ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഭയങ്കര സന്തോഷം തരുന്ന സിനിമയാണ്. മുത്തത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. പിന്നെ അങ്ങനെ
തീരെ പ്രതീക്ഷിക്കാണ്ട് സിനിമ നമുക്ക് പേഴ്സണലായിട്ട് സന്തോഷം തോന്നുന്ന സിനിമകളാണ് പേരൻപ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് സത്യ പ്രകടനം കഴിച്ച അവാർഡ് കിട്ടിയില്ലല്ലോ. പരിപൂർണ്ണ സംതൃപ്തി. പൂർണ്ണമായിട്ട് നമുക്ക് ഇനിയിപ്പോ ഒരു ചിത്രം നമ്മൾ തിയേറ്ററിൽ കണ്ടു ഇറങ്ങി ഇഷ്ടപ്പെട്ടു, അത് നമ്മൾ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാതെ അത് അറിയിച്ച വിജയം കിട്ടിയില്ല എന്ന് പറയില്ല, അങ്ങനെ തോന്നിയ ചിത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ തോന്നിയത് ഇപ്പൊ പലതും ഉണ്ട്. അത് ഇപ്പൊ 100 ദിവസം ഓടുന്ന പടങ്ങൾ, മമ്മൂക്കാടെ പടങ്ങളില് ചിലപ്പോ 75, 70, 60 ഒതുങ്ങി പോയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം നല്ല ബാനറുകളാണ് സെലക്ട് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നത്. അവരെ കാശായി കഴിഞ്ഞ് ഒതുങ്ങി പോണൊരു തോന്നല് നമുക്ക് ഫീൽ ചെയ്യും. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ലാലേട്ടനെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആശീർവാദം. അത് ഒരു സിനിമയ്ക്ക് അവസാനം വരെയാണ്. അതേപോലത്തെ ഒരു ബാനർ മമ്മൂക്കാക്കില്ലാത്തത് വളരെ വിഷമത്തോടെ. പക്ഷെ അവര് ഒരിക്കലും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അതന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ചിത്രങ്ങൾ കണ്ടിട്ട് നമുക്ക് അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ ഏതാണ്? ചെയ്യണ്ടേന്നില്ല. മമ്മൂക്കാരുടെ കഥാപാത്രം എപ്പോഴും സെലക്ഷനിലാണ് ഭയങ്കരമായിട്ട്. ഒരു വർഷം ഇറങ്ങുന്ന സിനിമ അതിലെ ഒക്കെ ആള് സെലക്ട് ചെയ്യുന്നതൊക്കെ വേറെ രീതിയാണ്. പക്ഷെ അത് സിനിമ ആയിട്ട് വരുമ്പോ പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആഗസ്റ്റ് 15 ഷാജി കൈലാസ് അതൊക്കെ നമുക്ക് വളരെ വിഷമമായിട്ടുണ്ട്. ആ സമയത്തല്ല വേറെ 2-3 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സെലക്ട് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിരിക്കും. ഈ വർഷത്തിൽ ഞാൻ മമ്മൂക്ക അഭിനയിക്കുന്ന പടങ്ങൾ ഒരെണ്ണത് ഭയങ്കര ചേഞ്ച് ആയിരിക്കും. പക്ഷെ സിനിമ ഇപ്പൊ മമ്മൂക്കാക്ക് 69 വയസ്സ് പൂർത്തിയായി. ഇനിയുള്ള ഒരു ടൈമില് എങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മമ്മൂക്ക ചെയ്യണമെന്നാണ് സുനേഷിന്റെ ഒരു ആഗ്രഹം, ഒരു ആരാധന എന്ന നിലയിൽ? ഈ മാസ് ഹീറോ പടങ്ങൾ ചെയ്യണമെന്നാണോ, അതോ പണ്ടത്തെ പോലെ കുറച്ച് ഇപ്പൊ അമരം അല്ലെങ്കിൽ യാത്ര, തനിയാവത്തനം പോലുള്ള അത്തരം കുറച്ച് ചിത്രങ്ങളിലേക്ക് തോന്നുന്നു, അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം മധുരാജയും മുണ്ടയും വന്നത് ഒരേ വർഷമാണ് വന്നത്. അപ്പൊ അതുപോലുള്ള ഒരു മിക്സിംഗ് ആയിട്ടുള്ള രീതിയിൽ പോകണം. എന്താണ് മിക്സിംഗ് തന്നെയാണ് എപ്പോഴും നല്ലത്. രണ്ടു ആരാധകർക്ക് ആവശ്യം തന്നെയാണ്. ഇത്രയധികം 5 പടം എന്നുള്ളത് കുറയ്ക്കാൻ വേണമെങ്കിൽ അത് ലോ ബഡ്ജറ്റ് ആയിക്കോട്ടെ ബിഗ് ബഡ്ജറ്റ് ആയിക്കോട്ടെ അതൊന്നും ആരാധകർക്ക് ഒരു വിഷയമല്ല. ആ ചെയ്യണത് രണ്ടെണ്ണമായാലും നന്നായിട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം, കുഴപ്പമില്ല. നമ്മള് കാത്തിരിക്കുന്നുണ്ട്, എത്ര വേണമെങ്കിലും കാത്തിരിക്കും. പക്ഷെ ഇത് കാത്തിരിപ്പിന്റെ ഒരു ഫലം ഉണ്ടാവണം. ഓക്കെ. ഇപ്പൊ മമ്മൂക്ക കുറെ പുതുമുഖ സംവിധായകരുടെ കൂടെ പടം ചെയ്തിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ പടത്തില് ഹീറോ മമ്മൂട്ടിയായിരുന്നു. അപ്പൊ ആ രീതിയിൽ കുറെ ആൾക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അതില് സുരേഷിന് ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് മമ്മൂക്കയുടെ കൂടെ ആദ്യം പടം വർക്ക് ചെയ്തിട്ടുള്ളത്? ഏറ്റവും മികച്ചത് കാഴ്ച. ഇത് രണ്ടും നമുക്ക് നല്ല ഏറ്റവും സന്തോഷം തരുന്ന സിനിമ. അപ്പൊ ഇനിയും അങ്ങനെ കുറെ പുതുമുഖ സംവിധായകരുടെ ചിത്രങ്ങളിൽ കൂടെ ആഗ്രഹമുണ്ട്. പുതിയ സിനിമയിലേക്ക് വരല്ലേ, അതിന് നമുക്ക് സന്തോഷമാണ്. മമ്മൂക്ക ചെയ്ത കഥാപാത്രങ്ങളില് ഇപ്പൊ കർഷകനായിക്കോട്ടെ, വക്കീലായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, പോലീസുകാരനായിക്കോട്ടെ, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളതില് അപ്പൊ ആ കഥാപാത്രങ്ങൾ ഏതെങ്കിലും തരത്തില് അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ഒരു ഫീലിംഗ് മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ആ കഥാപാത്രങ്ങളെ കുറിച്ച്? മമ്മൂക്ക അത് ചെയ്യുമ്പോ പൂർണ്ണമായിട്ടും മമ്മൂക്ക അതാണ്, ആ കഥാപാത്രമാണ്. ഇപ്പൊ നമ്മള് ഒരു പോലീസ് ഓഫീസറെ കാണുമ്പോ ബൽറാം ഇതാവണം പോലീസ്, ബൽറാമിനെ പോലെ ഒരു പോലീസ്. അതുപോലെ തന്നെ ഒരു കൂട്ടുകാരനെ കാണുമ്പോ നമുക്ക് ദളപതിയിലെ ദേവരാജ് അത് നമുക്ക് അങ്ങനെ അവളൊരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡോക്ടറെ എങ്ങനെ തീരണം, അല്ലെങ്കിൽ ഒരു വക്കീലെങ്ങനെ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമ്മളെ ഏറ്റവും സ്വാധീനിക്കണം. അതിന്റെ പൂർണ്ണത കൊണ്ടാണ് ഇതാവണം ഇന്നാണ് ഒരു ചേട്ടൻ, വലിയ ചേട്ടൻ, അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ, വാത്സല്യം, അങ്ങനെ പൂർണ്ണത. വാത്സല്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ കണ്ടിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് കരഞ്ഞു പോയിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും വിഷമായത് ഇപ്പൊ ഭയങ്കര വിഷമായി. ബാക്കിയാതില് ആ പെണ്ണ് മമ്മൂട്ടിനെ അടിക്കുമ്പോ മമ്മൂട്ടി പറയണ സീൻ ആ കുട്ടിക്ക് വേണ്ടിട്ട് ചെയ്യാൻ. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഒരാൾക്കും അതിന് പൂർണ്ണത കൊടുക്കാൻ പറ്റും. ഒരു ആ സിനിമയ്ക്ക് എനിക്ക് തോന്നിയ ഒരു പ്രത്യേകതയുണ്ട്. ഒരു അച്ഛനും അമ്മയും എങ്ങനെയാവണമെന്നാണ് അതിന്റെ, അമ്മ എങ്ങനെയാവണം കൂടി മമ്മൂക്ക സിനിമയില് കാണിക്കുന്നുണ്ട്. അച്ഛനും രണ്ടും അത് നമുക്ക് ഭയങ്കര കുറച്ച് പഴയ ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിലോ
മുമ്പത്തെ ചിത്രങ്ങളില് നമുക്ക് അഭിനയിച്ചു കഴിഞ്ഞാൽ ശുഭത്തിന്റെ സീനുകൾ ഉണ്ടായിരിക്കും. അത് വാത്സല്യൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് എത്തിയപ്പോ എത്ര അടക്കി പിടിച്ചാലും കരഞ്ഞു പോകും. ആ പാട്ട് എത്രയും സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളിൽ മാലിന്യങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം. അമരത്തില് അവസാനം അവിടെ വന്ന് പറയുമ്പോ വിളിക്കണ കണ്ട അത് ചോദിക്കുന്നത് മറക്കാൻ പറ്റില്ല ആർക്കെങ്കിലും. അതിപ്പോ ഒരു മമ്മൂട്ടി ആരാധകനാവണ്ട, സാധാരണ ഒരാള് കണ്ടാലും സിനിമ പ്രേമിക്കുന്ന സമാധാനിപ്പിക്കാനാണ് കരയാണെന്ന് പറയാൻ സമാധാനിപ്പിക്കാൻ. അതുമാതിരി തന്നെയാണ് നമ്മുടെ മൃഗയിലോ അതും ഭയങ്കര വിഷമത. പല സീനുകളും നമ്മളെ ത്രസിപ്പിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇനി ചെയ്യാൻ പോകുന്ന പടങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നാണ് ആഗ്രഹിക്കുന്നത്? ഒരുപാട് ചിത്രങ്ങളാണ് ഒഴിവാക്കിയിട്ട് ഉള്ളത് നല്ല സെലക്ട് ചെയ്യാം. നമ്മള് ആരാധകർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, നന്നായിട്ട് അറിയാം. പിന്നെ ചിലതൊക്കെ തെറ്റുപറ്റിയത്. എന്തെങ്കിലും മമ്മൂട്ടി നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചിട്ടാണ്? വളരെ ചെറുപ്പത്തിലാണ്. അത് വാടാൻപുള്ളിയാണ്. അദ്ദേഹം ഒരു ഉദ്ഘാടനത്തിന് വന്നിരിക്കുമ്പോ മീശ പഠിച്ചിട്ടുള്ള കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഏത് വർഷം? വർഷമില്ല, സത്യം പറഞ്ഞാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഓക്കെ കാണാൻ പോയത്. വാടാക്ക് CMS സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഉച്ചയ്ക്ക് പരീക്ഷ കഴിഞ്ഞു. അന്ന് പരീക്ഷ നേരത്തെ അവസാനിപ്പിക്കണം. ടീച്ചർമാര് വരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഒരു കൂട്ടം പിള്ളേർ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതും അവിടെ ഒരു കൊമ്പിന്റെ മുകളിൽ കുറെ പേര് കയറി ആ കൊമ്പ് പൊട്ടി വീണതും. പിന്നീട് അതിനുശേഷം 3 വർഷമായിട്ട് പിന്നെ കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാനൊരു ആരാധകനാണെങ്കിൽ കൂടി ഒരിക്കലും മമ്മൂക്കനെ കാണണം, മമ്മൂക്കരെ കൂടെ ഫോട്ടോ എടുക്കണം, മമ്മൂക്കരെ കെട്ടിപ്പിടിക്കണം, ഇങ്ങനെയൊരു ഒരു ആഗ്രഹങ്ങൾ നമുക്കില്ല. അത് നല്ല സിനിമകൾ കണ്ടു ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഇഷ്ടമാണ്. നമുക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റിയ അതാണ്. സിനിമ അഭിനയം വിട്ടാലും ആളുടെ വ്യക്തിത്വം ഇഷ്ടമാണ്. ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ മമ്മൂക്കയോട് എന്തെങ്കിലും പറയാനുണ്ടോ? നാളെ ഒരു പക്ഷെ അദ്ദേഹം ഈ വീഡിയോ കാണുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഇത് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും സുനേഷിന് പറയാനുള്ളത്? അതില് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള വെച്ചാല് ആള് ഈ സമയ പ്രശ്നം കൊണ്ട്, ഡേറ്റിന്റെ പ്രശ്നം കൊണ്ട് പല ചിത്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കിയ ചിത്രങ്ങൾ പിന്നീട് മെഗാ വിജയങ്ങളായി തീർന്നു. അപ്പൊ അതില് ഡേറ്റിന്റെ കാര്യം കൊണ്ട് ആ ചിത്രം ഒഴിവാക്കരുത് എന്നൊക്കെയാ അദ്ദേഹത്തിന് പറയാന്. അതൊരു മികച്ച ചിത്രമാണെന്ന് ആള് പറഞ്ഞിട്ട് പോലും ആ പടം വിജയിച്ചു എന്നാണ് നമ്മള് കേട്ടിട്ടില്ലല്ലോ. നമുക്ക് നേരിട്ട് പറഞ്ഞിട്ടില്ല, വായിച്ചറിയും. അപ്പൊ ആ അകലെ ആൾക്ക് ഉറപ്പുണ്ടായിട്ട് പോലും അത് അഭിനയിക്കാണ്ടിരുന്നത് അത് നമുക്ക് വളരെ വിഷമമാണ്. പ്രശ്നം കൊണ്ട് അത് ഒഴിവാക്കരുത് എന്നാണ് അദ്ദേഹത്തോട് തീർച്ചയായും പറയാനുള്ളത്. ഇപ്പൊ സുരേഷിന്റെ കടയുടെ പേര് തന്നെ ബിഗ് ബി സലൂൺ എന്നാണ്. എന്താണ് ഈ ബിഗ് ബി എന്ന് പറഞ്ഞ പേരിടാൻ കാരണം? ഒരുപാട് ചിത്രങ്ങളുടെ ബിഗ് ബി സെലക്ട് ചെയ്യാൻ എന്താണ് കാരണം? ബിഗ് ബി ഞാൻ ഗൾഫിൽ പോകണം കണ്ടിട്ടുള്ള ചിത്രമാണ്. 2-3 കാര്യങ്ങളൊന്നും പറയാം. ഗൾഫിൽ പോണ മുന്നിലുള്ള ചിത്രമാണ്. ഞാൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഈ ചിത്രത്തെ ഇപ്പോഴത്തെ പിള്ളേർ, അതായത് യൂത്തന്മാര് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ടു ആ സിനിമ. ഇപ്പോഴുള്ള എല്ലാ പുതിയ തലമുറയിലെ നായകന്മാരും ആ സിനിമയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഒരു കാരണമാണ്. നമ്മുടെ വർക്ക് ഇത് അപ്പൊ യൂത്തന്മാര് ഇഷ്ടപ്പെടുന്നതിൽ ഒരു കാരണമാണ്. പിന്നെ ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമയ്ക്കുള്ള പ്രത്യേകത ഞാൻ കണ്ടത്, ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അങ്ങനെ ഒരു സിനിമ ഇല്ല. ബിഗ് ബി സിനിമ ഇറങ്ങിയതിനു ശേഷം അങ്ങനെ ഒരു സിനിമ ഇല്ല. ബിഗ് ബി ബിഗ് ബി ആണ്. അന്ന് ഇത്ര 10 വർഷം 11 വർഷം ആവാനായിരുന്നു. അപ്പോ ആ സിനിമ ഇന്നും ഒറ്റയാനായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ അതിന്റെ ഒരു 2ാം ഭാഗം അവർ അനൗൺസ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താണ്? അത് ഈ ആദ്യ ഭാഗത്തിന് ഒരു പേര് കളയോ അതോ അതിനേക്കാളും മികച്ചതാവോ എന്താണ് തോന്നുന്നത്? എനിക്ക് പറയാനുള്ളത് പേര് കളയരുത്. കാരണം ഇത് എന്റെ അറിവ് വെച്ചിട്ട് ഈ സിനിമ എന്നും ഇങ്ങനെ നിൽക്കണം. ഒരു 2ാം ഭാഗം ഇറങ്ങി അത് മോശമായി കഴിഞ്ഞാൽ അത് എങ്ങനത്തോളം അത് എല്ലാവർക്കും അത് ചിന്തപരമായി. പക്ഷെ
ഇനിയിപ്പോ CBIയുടെ 5ാം ഭാഗം അവര് ഇതുപോലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? CBIയുടെ 5ാം ഭാഗം ഇത്രയും ഒരു ടൈമിങ് ഗ്യാപ്പ് വന്നു, തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. അതൊരു ആവറേജ് സിനിമയിനേക്കാളും കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കാൻ സിനിമ എന്തായാലും വിജയമാണ്. കാരണം നമുക്ക് നമ്മുടെ അനുഭവമാണ് അത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സേതുരാമയ്യർ CBI വന്നത്. തീർച്ചയായിട്ടും മെഗാ വിജയമാണ് എനിക്ക്. പക്ഷെ അതിന്റെ 2ാം ഭാഗം നേരെയാണ് CBI. നല്ല വർക്കായി, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് അതിന്റെ ഷോട്ടുകളും ഒക്കെ മികച്ചതായിരുന്നു. എന്നിട്ടും ആ സിനിമ ഇതിന്റെ വിജയം കിട്ടിയത്. പക്ഷെ അതുകൊണ്ട് ജനങ്ങള് ഇതിന് ഈ ടൈമിങ് വന്നപ്പോ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ചിലപ്പോ ഓരോ സിനിമയിലും കയറിയാലും അത് വിജയാവുന്ന എന്റെ പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ചിത്രം ഇറങ്ങിയിട്ട് നമ്മളൊരു അവാർഡൊക്കെ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കുന്നു, എന്നിട്ട് അതൊരു അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോയിട്ടുള്ള ചിത്രങ്ങളായിട്ട് ഏതെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഇപ്പൊ ലാസ്റ്റ് പാരമ്പ് വരെ അവാർഡ് കൊടുത്ത സിനിമകൾ ഏതാന്ന് നോക്കുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതിനു മുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കറുത്ത പക്ഷികളെ പഴുങ്ക്, ഈ 2 സിനിമകൾ ഇറങ്ങിയിട്ട് അവാർഡ് നമ്മൾ പ്രതീക്ഷിച്ചല്ലായിരുന്നു. മമ്മൂക്കയുടെ അതിഥി വേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചിത്രങ്ങളിൽ പുള്ളി ഗസ്റ്റ് റോൾ വന്നിട്ടുണ്ട്. അതിൽ ഓർമ്മയില് തങ്ങി നിൽക്കുന്ന ഇഷ്ടപ്പെട്ടുള്ള അതിഥി വേഷങ്ങൾ ഏതൊക്കെയാണ്? അതിഥി വേഷങ്ങൾ ഇന്നും ഞെട്ടിച്ചിട്ടുണ്ട് പലരും. അതിൽ കഥ പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും അതായത് അതാണ് അഭിനയത്തിന്റെ വേറൊരു ഭാവമാണ് കാണിച്ചത്. കാരണം അഭിനയം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഓവർ ആക്ടിങ് ആയി കഴിഞ്ഞത് ഏൽക്കില്ല, നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഏൽക്കില്ല. ഈ 2ന്റെ ഇടയിലാണ് അത് ഇങ്ങനെ കൈകാര്യം ചെയ്തത്. കാതിലെ കടുക്കൻ പ്രകാശമായി അവൻ എന്റെ അടുത്തേക്ക് വന്നു. നിറകണ്ണുകളോടെ ഞാൻ ചോദിച്ചു, വലായി കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു. അതുകൊണ്ടാണ് ആ സിനിമ മറ്റു ഭാഷകൾ പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇവിടെ അറിയിച്ച വിജയം അവിടെ കിട്ടിയൊന്നാണ്. മറ്റു നടന്മാരത് ചെയ്തു, പക്ഷെ ഇതിന് കിട്ടിയ പോലെ വിജയം അതിന് കിട്ടിയോ എന്നുള്ളത് ചോദിച്ചതാണ്. മമ്മൂക്കയുടെ സിനിമയിലെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ സുരേഷിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സിനിമ, ഏതെങ്കിലും വേറൊരു സിനിമയുണ്ട്. അതിലെ കുറെ ഭാഗങ്ങള്, പരാജയങ്ങൾ, വിജയങ്ങളൊക്കെ നമ്മൾ. ഈ സുരേഷ് എന്നുള്ള പേരിന്റെ കൂടെ ബിഗ് ബി എന്നത് എങ്ങനെയാണ്? ഇപ്പൊ സുരേഷ് ബിഗ് ബി എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാര് പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ പേര് കൂടിയത്? അതെനിക്കറിയില്ല. അവരെപ്പോഴൊക്കെ തീർച്ചയായിട്ടും കട തുടങ്ങിയ ശേഷം അപ്പൊ ആ ഒരു പേര് വിളിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ മമ്മൂക്കയുടെ ചിത്രങ്ങൾ പുതിയത് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇവിടത്തെ ഒരു ആഘോഷ പരിപാടികൾ? നിങ്ങളെ ഞങ്ങൾക്ക് ചെറിയ റിലീസ് കൊണ്ടുവന്നിലാണ് ഷോ സംഘടിപ്പിച്ചു. അതിലെ നമുക്കൊരു സിനിമ വൻ വിജയമായതും വലിയ കളക്ഷൻ നേടിയതും സന്തോഷമാണ്. എന്റെ വിജയാഘോഷം ഫോട്ടോസുകളൊക്കെ ഉണ്ട്. ഷൈലോക്ക് നമുക്ക് വൻ വിജയമായത്, കച്ചേരി ഹൗസ്ഫുള്ളായതും ഒക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പലരും പറയാറുള്ള കാര്യമാണ് മമ്മൂക്കയുടെ സൗന്ദര്യത്തിനെ കുറിച്ചിട്ട്. പ്രായത്തെ തോൽപ്പിക്കുന്ന സൗന്ദര്യം. ഇപ്പൊ ഈ 69ാമത്തെ വയസ്സിലും മമ്മൂക്കയുടെ ആ ഒരു സൗന്ദര്യ സംരക്ഷണത്തെ കുറിച്ച് അല്ലെങ്കിൽ ആളുടെ ഒരു ഗ്ലാമറിനെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനെ കൊണ്ടാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നമുക്ക് വെച്ചാൽ സൗന്ദര്യം ഇല്ലാത്ത കഥാപാത്രങ്ങളാണ് ചരിത്രം എഴുതിയിട്ടുള്ളത്. ഈ സൗന്ദര്യത്തിൽ വെള്ളയിലേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ കുറച്ച് കാണിച്ചിട്ടുള്ള അഭിനയത്തിനെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിട്ടുള്ള അതിലാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ട പോയിട്ടുള്ളത്. ഒരുപാട് സൗന്ദര്യത്തിൽ കാണിച്ചതൊക്കെ എന്തായാലും ഞാൻ പറയട്ടില്ല. അപ്പൊ ഇത്രയും നേരം മമ്മൂക്കയുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി. സുനേഷിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞാല് ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് സുനേഷിന് ഈ വീഡിയോ കണ്ട പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? വീഡിയോ കണ്ട പ്രേക്ഷകരോട് പറയാനുള്ള ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനലിനെ, രാജക്കട ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്, അതിനൊരു വിഷയം ഹൃദയത്തിന്റെ ഭാഷയിൽ വിഷ് ചെയ്യുന്നു. അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറെ ആരാധനയുമായിട്ട് വീണ്ടും കാണാം.
അപ്പോൾ ഈ ഒരു മമ്മൂക്ക ആരാധകൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ നമ്മളൊരു ലാലേട്ടൻ ആരാധകൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം. വീണ്ടും കാണാം. നമസ്കാരം.